ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അനീഷ് ലേണിംഗ് BSc. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 2023 കറണ്ട് അഫയേഴ്സുകളാണ്. കറണ്ട് അഫയേഴ്സിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നോക്കുന്നത്. ആദ്യത്തെ ചോദ്യം, പന്തളം കേരളവർമ്മ സ്മാരക സമിതി ഏർപ്പെടുത്തിയ കവിതാ പുരസ്കാരം നേടിയത് കെ ജയകുമാറാണ്. പിങ്കളകേശിനി എന്ന കവിതാ സമാഹാരത്തിനാണ് പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. പന്തളം കേരളവർമ്മ സ്മാരക സമിതി ഏർപ്പെടുത്തിയ കവിതാ പുരസ്കാരം നേടിയത് കെ ജയകുമാർ, പിങ്കളകേശിനി എന്ന കവിതാ സമാഹാരത്തിന്. അടുത്തത്, 2023 ഇന്ത്യൻ ഇൻ്റർനാഷണൽ സയൻസ് ഫെസ്റ്റിവലിന് വേദിയായത് ഭോപ്പാലാണ്. 2023 ഇന്ത്യൻ ഇൻ്റർനാഷണൽ സയൻസ് ഫെസ്റ്റിവലിന് വേദിയായത് ഭോപ്പാൽ. അടുത്തത്, ഗർഭിണികൾക്കും കുഞ്ഞുങ്ങൾക്കും പ്രതിരോധ കുത്തിവയ്പ്പിന് അവസരമൊരുക്കുന്ന കേന്ദ്ര സർക്കാർ പോർട്ടലാണ് യുവിൻ. ഗർഭിണികൾക്കും കുഞ്ഞുങ്ങൾക്കും പ്രതിരോധ കുത്തിവയ്പ്പിന് അവസരമൊരുക്കുന്ന കേന്ദ്ര സർക്കാർ പോർട്ടൽ യുവിൻ എന്ന് അറിയപ്പെടുന്നു. അടുത്തത്, 2023 ജനുവരിയിൽ കമ്മീഷൻ ചെയ്യപ്പെട്ട കൽവരി ശ്രേണിയിൽപ്പെട്ട, അതായത് സ്കോർപിൻ ക്ലാസ് വിഭാഗത്തിൽപ്പെട്ട 5ാമത്തെ അന്തർവാഹിനി കപ്പലാണ് INS വാഗിർ. നാവികസേനയുടെ പ്രൊജക്റ്റ് 75ൻ്റെ ഭാഗമായാണ് അന്തർവാഹിനി നിർമ്മിച്ചിരിക്കുന്നത്. 2023 ജനുവരിയിൽ കമ്മീഷൻ ചെയ്യപ്പെട്ട കാൽവരി ശ്രേണിയിൽപ്പെട്ട 5ാമത്തെ അന്തർവാഹിനിയാണ് INS വാഗിർ. അടുത്തത്, ഇന്ത്യയിൽ ആദ്യമായി ചരക്ക് നീക്കത്തിനായി വിമാന സർവീസ് തുടക്കമിട്ട കൊമേഴ്സ് സ്ഥാപനമാണ് ആമസോൺ. ആമസോൺ എയർ എന്നാണ് ഈ വിമാന സർവീസിൻ്റെ പേര്. ഇന്ത്യയിൽ ആദ്യമായി ചരക്ക് നീക്കത്തിനായി വിമാന സർവീസിന് തുടക്കമിട്ട കൊമേഴ്സ് സ്ഥാപനമാണ് ആമസോൺ. അടുത്തത്, 2023 ഇന്ത്യൻ സൂപ്പർ കപ്പ് ഫുട്ബോളിന് വേദിയായ സംസ്ഥാനമാണ് കേരളം. 2023 ഇന്ത്യൻ സൂപ്പർ കപ്പ് ഫുട്ബോളിന് വേദിയായത് കേരളമാണ്. അടുത്തത്, ദേശീയ സമ്മതിദായക ദിനം ജനുവരി 25. ദേശീയ സമ്മതിദായക ദിനം വരുന്നത് ജനുവരി 25ആണ്. അതിൻ്റെ തീം 2023 ദേശീയ സമ്മതിദായക ദിനത്തിൻ്റെ തീം എന്ന് പറയുന്നത് നത്തിങ് ലൈക്ക് വോട്ടിംഗ്, ഐ വോട്ട് ഫോർ ഷുവർ എന്നാണ്. 2023 ദേശീയ സമ്മതിദായക ദിനം ജനുവരി 25ആണ്. അതിൻ്റെ തീം എന്ന് പറയുന്നത് നത്തിങ് ലൈക്ക് വോട്ടിംഗ്, ഐ വോട്ട് ഫോർ ഷുവർ എന്നാണ്. അടുത്തത്, 2023 ജനുവരിയിൽ പുരുഷന്മാരുടെ ഏകദിന ക്രിക്കറ്റിൽ 1ാം സ്ഥാനത്ത് എത്തിയത് ഇന്ത്യയാണ്. 2023 ജനുവരിയിൽ പുരുഷന്മാരുടെ ഏകദിന ക്രിക്കറ്റിൽ 1ാം സ്ഥാനത്ത് എത്തിയത് ഇന്ത്യ. അടുത്തത്, 2023 ജനുവരിയിൽ പുരുഷന്മാരുടെ ഏകദിന ബൗളിംഗ് റാങ്കിങ്ങിൽ 1ാം സ്ഥാനത്തെത്തിയ ഇന്ത്യക്കാരനാണ് മുഹമ്മദ് സിറാജ്. 2023 ജനുവരിയിൽ പുരുഷന്മാരുടെ ഏകദിന ബൗളിംഗ് റാങ്കിങ്ങിൽ 1ാം സ്ഥാനത്തെത്തിയ ഇന്ത്യക്കാരൻ മുഹമ്മദ് സിറാജാണ്. അടുത്തത്, 2023 ജനുവരിയിൽ അന്തരിച്ച ഇന്ത്യൻ വാസ്തുശില്പിയുടെ കുലപതിയെന്ന് അറിയപ്പെടുന്ന വ്യക്തിയാണ് ഡോക്ടർ BV ദോഷി. 2023 ജനുവരിയിൽ അന്തരിച്ച ഇന്ത്യൻ വാസ്തുശില്പിയുടെ കുലപതിയെന്ന് അറിയപ്പെടുന്ന വ്യക്തിയാണ് ഡോക്ടർ BV ദോഷി. വാസ്തുവിദ്യാ രംഗത്തെ നൊബേൽ എന്നറിയപ്പെടുന്ന ഫ്രിറ്റ്സ്കർ പുരസ്കാരം 2018 നേടിയ ആദ്യ ഇന്ത്യക്കാരനാണ് ഡോക്ടർ BV ദോഷി. അടുത്തത്, മാധ്യമ മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള സംസ്ഥാന സർക്കാരിൻ്റെ പരമോന്നത പുരസ്കാരമായ സ്വദേശാഭിമാനി കേസരി അവാർഡ് ലഭിച്ചത് SR ശക്തിധരൻ. മാധ്യമ മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള സംസ്ഥാന സർക്കാരിൻ്റെ പരമോന്നത പുരസ്കാരമായ സ്വദേശാഭിമാനി കേസരി അവാർഡ് ലഭിച്ചത് SR ശക്തിധരനാണ്. അടുത്തത്, കേരള അത്ലറ്റിക്സ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന പ്രഥമ സംസ്ഥാന കിഡ്സ് അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന് വേദിയായത് കോലഞ്ചേരി, എറണാകുളത്തെ കോലഞ്ചേരിയിലാണ് കേരള അത്ലറ്റിക്സ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന പ്രഥമ സംസ്ഥാന കിഡ്സ് അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന് വേദിയായത് എറണാകുളം ജില്ലയിലെ കോലഞ്ചേരി. അതിലെ ജേതാക്കൾ എന്നറിയപ്പെടുന്നത് പാലക്കാടാണ് പ്രഥമ സംസ്ഥാന കിഡ്സ് അത്ലറ്റിക്സിലെ ജേതാക്കൾ. അടുത്തത്, 2022 ICC T20 പുരുഷ ക്രിക്കറ്റ് പുരസ്കാരം ലഭിച്ചത് സുകുമാർ യാദവാണ്. ICCയിലെ 2022 T20 പുരുഷ ക്രിക്കറ്റ് പുരസ്കാരം ലഭിച്ചത് സുകുമാർ യാദവ്. അതുപോലെ തന്നെ ICCയുടെ എമർജിംഗ് ക്രിക്കറ്റ് ഓഫ് ദ ഇയർ പുരസ്കാരം ലഭിച്ച ഇന്ത്യൻ വനിതാ താരമാണ് രേണുക സിംഗ്. ICCയുടെ എമർജിംഗ് ക്രിക്കറ്റ് ഓഫ് ദ ഇയർ പുരസ്കാരം ലഭിച്ച ഇന്ത്യൻ വനിതാ താരമാണ് രേണുക സിംഗ്. അടുത്തത്, 2023 74ാമത് റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് പത്മ പുരസ്കാരങ്ങൾ ലഭിച്ചത് 106 പേർക്കാണ്. 2023 74ാമത് റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് പത്മ പുരസ്കാരങ്ങൾ ലഭിച്ചത് 106 പേർക്കാണ്.
അടുത്തത് 2023 പത്മശ്രീ ലഭിച്ച മലയാളികളാണ് VP അപ്പുക്കുട്ട പൊതുവാൾ. സാമൂഹിക പ്രവർത്തനത്തിനാണ് VP അപ്പുക്കുട്ട പൊതുവാൾക്ക് പത്മശ്രീ ലഭിച്ചത്. രണ്ടാമത് ചെറുവയൽ രാമൻ, കൃഷിക്കാണ് പത്മശ്രീ ലഭിച്ചത്. CI ഐസക്, സാഹിത്യം വിദ്യാഭ്യാസത്തിനാണ് പത്മശ്രീ ലഭിച്ചത്. അതുപോലെ തന്നെ SRD പ്രസാദ്, കായികം, അതിൽ കളരിപ്പയറ്റിനാണ് പത്മശ്രീ ലഭിച്ചിരിക്കുന്നത്. പത്മശ്രീ ലഭിച്ച 2023 മലയാളികളാണ് VP അപ്പുക്കുട്ട പൊതുവാൾ, ചെറുവയൽ രാമൻ, CI ഐസക്, SRD പ്രസാദ് എന്നിവർ. അടുത്തത് 2023 ജനുവരിയിൽ IT, സൈബർ സുരക്ഷ, യുവജനകാര്യം, ബ്രോഡ്കാസ്റ്റിംഗ് എന്നീ മേഖലകളിൽ ഇന്ത്യയുമായി കരാറിൽ ഒപ്പുവെച്ച രാജ്യമാണ് ഈജിപ്ത്. 2023 ജനുവരിയിൽ IT, സൈബർ സുരക്ഷ, യുവജനകാര്യം, ബ്രോഡ്കാസ്റ്റിംഗ് എന്നീ മേഖലകളിൽ ഇന്ത്യയുമായി കരാറിൽ ഒപ്പുവെച്ച രാജ്യമാണ് ഈജിപ്ത്. അടുത്തത് സംസ്ഥാനത്തെ മികച്ച തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥനായി തിരഞ്ഞെടുക്കപ്പെട്ടത് VR കൃഷ്ണ തേജാണ്. സംസ്ഥാനത്തെ മികച്ച തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥനായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് VR കൃഷ്ണ തേജ. അടുത്തത് തൊഴിലിടങ്ങളിൽ സ്ത്രീകൾക്ക് നേരെയുള്ള ലൈംഗികാതിക്രമങ്ങൾ തടയുന്നതിനുള്ള സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പിൻ്റെ പോർട്ടലാണ് പോഷ് കംപ്ലയൻസ് പോർട്ടൽ. തൊഴിലിടങ്ങളിൽ സ്ത്രീകൾക്ക് നേരെയുള്ള ലൈംഗികാതിക്രമങ്ങൾ തടയുന്നതിനുള്ള സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പിൻ്റെ പോർട്ടലാണ് പോഷ് കംപ്ലയൻസ് പോർട്ടൽ. അടുത്തത് കേരളത്തിലെ മൂല്യവർദ്ധിത കാർഷിക ഉൽപ്പന്നങ്ങൾക്കായി നിലവിൽ വരുന്ന ഓൺലൈൻ ബ്രാൻഡാണ് കേരള അഗ്രോ ബിസിനസ് കമ്പനി. കേരളത്തിലെ മൂല്യവർദ്ധിത കാർഷിക ഉൽപ്പന്നങ്ങൾക്കായി നിലവിൽ വരുന്ന ഓൺലൈൻ ബ്രാൻഡ് കേരള അഗ്രോ ബിസിനസ് കമ്പനി എന്ന് അറിയപ്പെടുന്നു. അടുത്തത് 2023 ജനുവരിയിൽ ഗ്രീൻ റെയിൽവേ സ്റ്റേഷൻ സർട്ടിഫിക്കേഷൻ ലഭിച്ചത് വിശാഖപട്ടണം റെയിൽവേ സ്റ്റേഷനാണ്. 2023 ജനുവരിയിൽ ഗ്രീൻ റെയിൽവേ സ്റ്റേഷൻ സർട്ടിഫിക്കേഷൻ ലഭിച്ചത് വിശാഖപട്ടണം റെയിൽവേ സ്റ്റേഷനാണ്. അടുത്തത് 74ാമത് റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് പരംവിശിഷ്ട സേവാ മെഡൽ ലഭിച്ച മലയാളിയാണ് ലഫ്റ്റനൻറ്റ് ജനറൽ പ്രദീപ് ചന്ദ്രൻ നായർ. 74ാമത് റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ചാണ് പരംവിശിഷ്ട സേവാ മെഡൽ ലഭിച്ച മലയാളിയായത് ജനറൽ പ്രദീപ് ചന്ദ്രൻ നായരാണ്. അടുത്തത് 2023 ജനുവരിയിൽ ഓസ്കാർ ചലച്ചിത്ര പുരസ്കാരങ്ങളിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ഇന്ത്യൻ എൻട്രികളാണ് പറയുന്നത്. ഒന്നാമത് മികച്ച ഒറിജിനൽ ഗാന വിഭാഗത്തിൽ നാട്ടു എന്നാണ്, RR എന്ന ചിത്രത്തിനുള്ളതാണ്. മികച്ച ഒറിജിനൽ ഗാന വിഭാഗത്തിൽ ഓസ്കാറിന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടതാണ് നാട്ടു എന്ന ഗാനം. അടുത്തത് ഡോക്യുമെൻ്ററി ഫീച്ചർ ഫിലിം വിഭാഗത്തിൽ ഓസ്കാറിന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടതാണ് ഓൾ ദാറ്റ് ബ്രീഡ്സ്. 2023 ഓസ്കാർ ചലച്ചിത്ര പുരസ്കാരങ്ങളിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ഡോക്യുമെൻ്ററി ഫീച്ചർ ഫിലിം വിഭാഗത്തിൽപ്പെട്ടത് ഓൾ ദാറ്റ് ബ്രീഡ്സ് എന്നാണ്. അടുത്തത് ഡോക്യുമെൻ്ററി ഷോർട്ട് ഫിലിം വിഭാഗത്തിൽ ദ എലിഫൻറ്റ് വിസ്പറേഴ്സ്. ഡോക്യുമെൻ്ററി ഷോർട്ട് ഫിലിം വിഭാഗത്തിൽ ദി എലിഫൻറ്റ് വിസ്പറേഴ്സ് എന്നാണ്. 2023 ജനുവരിയിൽ ഓസ്കാർ ചലച്ചിത്ര പുരസ്കാരങ്ങൾക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടതാണ് മികച്ച ഒറിജിനൽ ഗാന വിഭാഗത്തിൽ നാട്ടു എന്ന RR എന്ന സിനിമയിലുള്ളത്. ഡോക്യുമെൻ്ററി ഫീച്ചർ ഫിലിം വിഭാഗത്തിന് ഓൾ ദാറ്റ് ബ്രീഡ്സ് എന്നാണ്. ഡോക്യുമെൻ്ററി ഷോർട്ട് ഫിലിം വിഭാഗത്തിൽ ദി എലിഫൻറ്റ് വിസ്പറേഴ്സ് എന്നാണ്. അടുത്തത് സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ 2022 ബാലസാഹിത്യ അവാർഡ് ജേതാക്കളാണ് പറയുന്നത്. കഥാ നോവൽ വിഭാഗത്തിൽ EN ഷീജയാണ്. അമ്മ മണമുള്ള കനിവുകൾ എന്നാണ് കൃതിയുടെ പേര്. 2022 ബാലസാഹിത്യ ജേതാക്കളായതിൽ കഥാ നോവൽ വിഭാഗത്തിൽ EN ഷീജ, അമ്മ മണമുള്ള കനിവുകളാണ് കൃതി. കവിതാ വിഭാഗത്തിൽ മനോജ് മണിയൂറാണ്. ചിമ്മിനി വെട്ടമാണ് കൃതിയായി വരുന്നത്. കവിതാ വിഭാഗത്തിൽ 2022 ബാലസാഹിത്യ അവാർഡ് ജേതാവാണ് മനോജ് മണിയൂർ. ചിമ്മിനി വെട്ടമാണ് കൃതി. ജീവചരിത്രം അല്ലെങ്കിൽ ആത്മകഥാ വിഭാഗത്തിൽ സുധീർ പൂച്ചാലി, മാർക്കോണിയാണ് കൃതിയായി വരുന്നത്. 2022 ബാലസാഹിത്യ അവാർഡ് ജേതാവായ ജീവചരിത്രം അല്ലെങ്കിൽ ആത്മകഥാ വിഭാഗത്തിൽ സുധീർ പൂച്ചാലിയാണ്. മാർക്കോണിയാണ് അദ്ദേഹത്തിൻ്റെ കൃതി. സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ 2022 ബാലസാഹിത്യ അവാർഡ് ജേതാക്കളാണ് കഥാ നോവൽ വിഭാഗത്തിൽ EN ഷീജ, കവിതാ വിഭാഗത്തിൽ മനോജ് മണിയൂർ, ജീവചരിത്രം അല്ലെങ്കിൽ ആത്മകഥാ വിഭാഗത്തിൽ സുധീർ പൂച്ചാലി. അടുത്തത് 2023 ജനുവരിയിൽ സെൻട്രൽ റെയിൽവേയുടെ ജനറൽ മാനേജറായി ചുമതലയേറ്റത് നരേഷ് ലൻവാനിയാണ്. 2023 ജനുവരിയിൽ സെൻട്രൽ റെയിൽവേയുടെ ജനറൽ മാനേജറായി ചുമതലയേറ്റ വ്യക്തിയാണ് നരേഷ് ലൻവാനി. സെൻട്രൽ റെയിൽവേയുടെ ആസ്ഥാനം മുംബൈയാണ്.
ഓക്കെ. അടുത്തത് 2023 ജനുവരിയിൽ ഇതുവരെ കണ്ടെത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പഴക്കം ചെന്ന മമ്മി കണ്ടെത്തിയ രാജ്യമാണ് ഈജിപ്ത്. 2023 ജനുവരിയിൽ ഇതുവരെ ലോകത്തിൽ കണ്ടെത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പഴക്കം ചെന്ന മമ്മി കണ്ടെത്തിയ രാജ്യമാണ് ഈജിപ്ത്. അടുത്തത് 2021-22 സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിൻ്റെ ഹരിത വ്യക്തി പുരസ്കാരം ലഭിച്ചത് KG രമേശ് പുതിയവിള. 2021-22 സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിൻ്റെ ഹരിത വ്യക്തി പുരസ്കാരം ലഭിച്ചത് KG രമേശ് പുതിയവിളയ്ക്കാണ്. അടുത്തത് 2023 ജനുവരിയിൽ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെ പോയിൻറ്റ്സ് ഓഫ് ലൈറ്റ് പുരസ്കാരം ലഭിച്ച ഇന്ത്യൻ വംശജനാണ് നവ്ജ്യോത് സാവ്നി. 2023 ജനുവരിയിൽ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെ പോയിൻറ്റ്സ് ഓഫ് ലൈറ്റ് പുരസ്കാരം ലഭിച്ച ഇന്ത്യൻ വംശജനാണ് നവ്ജ്യോത് സാവ്നി. അടുത്തത് 2023 ജനുവരിയിൽ നടന്ന ദക്ഷിണേന്ത്യൻ ശാസ്ത്രമേളയ്ക്ക് വേദിയായത് തൃശ്ശൂർ ജില്ലയാണ്. 2023 ജനുവരിയിൽ നടന്ന ദക്ഷിണേന്ത്യൻ ശാസ്ത്രമേളയ്ക്ക് വേദിയായത് തൃശ്ശൂർ. അടുത്തത് 2023 ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം നേടിയത് ആര്യന്ന സബലങ്കയാണ്. 2023 ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം നേടിയത് ആര്യന്ന സബലങ്ക. അടുത്തത് 2023 ഓസ്ട്രേലിയൻ ഓപ്പൺ മിക്സഡ് ഡബിൾസ് ഫൈനൽ വിജയികളാണ് ലൂയിസ സ്റ്റെഫാനി, റാഫേൽ മാത്തോസ്. ബ്രസീലുകാരാണ്. 2023 ഓസ്ട്രേലിയൻ ഓപ്പൺ മിക്സഡ് ഡബിൾസ് ഫൈനൽ വിജയികളാണ് ലൂയിസ സ്റ്റെഫാനിയും റാഫേൽ മാത്തോസും, ബ്രസീലുകാർ. അതിന് റണ്ണറപ്പായവർ സാനിയ മിർസയും രോഹൻ ബൊപ്പണ്ണയുമാണ്. റണ്ണറപ്പ് 2023 ഓസ്ട്രേലിയൻ ഓപ്പൺ മിക്സഡിലെ റണ്ണറപ്പ് ആയത് സാനിയ മിർസ, രോഹൻ ബൊപ്പണ്ണ എന്നിവരാണ്. 2023 ഓസ്ട്രേലിയൻ ഓപ്പൺ മിക്സഡ് ഡബിൾസിലെ ഫൈനലിൽ വിജയികളെന്നറിയപ്പെടുന്ന ലൂയിസ സ്റ്റെഫോനിയും അതുപോലെ തന്നെ റാഫേൽ മാത്തോസുമാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് 2023 ജനുവരിയിലെ കറണ്ട് അഫയേഴ്സുകളാണ്. പ്രധാനപ്പെട്ട പോയിൻറ്റ്സുകൾ മാത്രമാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളും ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ആളെന്ന ഓപ്ഷനും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിരുന്ന വീഡിയോസെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. പുതിയ ടോപ്പിക്കുമായി വീണ്ടും കാണാം.